ഹോട്ടൽ ഹണി ഇൻ. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞുതരാം. മേളിൽ ഇവിടുത്തെ ആരാന്ന് തോന്നുന്നു, താഴെ ഇവിടുത്താണെന്ന് തോന്നുന്നു. സെൻറ്ററിൽ കാണുന്നത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ. എനിക്ക് ഒന്ന് ഓണറെങ്ങാണ്ടും നമ്മുടെ കേരളക്കാരൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ ഇവിടെ കാണാറില്ല. ഇവിടെ പൊതുവെ ഈ മോഡൽ ഫോട്ടോ എവിടെയും കണ്ടല്ലോ ഇതുവരെ. ഇവിടെ മാത്രമേ ഇതുള്ളൂ. നമ്മുടെ ഓൺ ഗാഡ്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പട്ടായവാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹണിയും. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇതാ ഹോട്ടലിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ഗഞ്ചാ കടയൊക്കെ ഉണ്ട്. നമ്മളിവിടെ കയറിയില്ല കേട്ടോ. ഇവിടെ ഇന്നലെയൊക്കെ ഇവിടെ ഒരു സായിപ്പ് ഇരുന്ന് ഹൈ ആയിരിക്കുന്നത് കണ്ടായിരുന്നു. ഇന്നാളെ കാണാനില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇതാ ഇവിടെ നോർത്ത് പട്ടായ ബസ് ടെർമിനലിലെത്തി. അവിടെ നിന്ന് മോച്ചിറ്റിലോട്ട് ബസ് ടിക്കറ്റ് എടുത്തു. മോച്ചിറ്റിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ബാങ്കോക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ. ഇതാണ് നമ്മുടെ ബസ്. ടിക്കറ്റിൽ ബസ് നമ്പറും പോകേണ്ട സ്ഥലമൊക്കെ ഉണ്ടാവും. ദാ ഹായ് ചേച്ചി. ആദ്യം ചേച്ചി നമുക്ക് ഹായ് ഒക്കെ തന്നു. ഇതാ ബസ്. നാട്ടിലെ പോലെ ആർക്കും നിന്ന് പോകേണ്ട വരില്ല. കറക്റ്റ് ഫില്ലാകുമ്പോൾ അവരടുത്ത ബസ് ഇറക്കും. നല്ല സൂപ്പർ AC ബസ്സായിരുന്നു. പിന്നെ ഏത് ബസ്സിൽ കയറിയാലും ഉറക്കം പതിവായതുകൊണ്ട് ഇവിടെ അങ്ങനെ തന്നെ നല്ല കൂർക്കം വലിച്ച് വിശദമായ ഉറക്കം 2 മണിക്കൂർ. എന്നിട്ടിപ്പോൾ ചോദിച്ചത് ഇത്ര വേഗം നിർത്തിയോന്നാണ് ചോദിച്ചത്. പിന്നെ ഇത്ര സുഖസുന്ദരമായിട്ട് പോകുമ്പോൾ ആരായാലും ഉറങ്ങാണ്ടിരിക്കുമോ? നല്ല പിന്നെ. അങ്ങനെ നമ്മൾ മോച്ചിറ്റ്. ഇതാണ് മോച്ചിറ്റ് ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷൻ്റെ ഇത് പാർക്കിംഗ് സൈഡാണ്. ഉള്ളിലോട്ട് ഏതാണ്ട് ഒരു മാളിൻ്റെ സെറ്റപ്പാണ്. ഫുൾ എയർ കണ്ടീഷനാണ്. ഇതേ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 7-Eleven ഒക്കെ ഉണ്ട്. നമ്മൾ വിശന്നപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു, അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കോസൻ പാലസ് ഹോട്ടലിലെത്തി. അവിടെ ലഗേജൊക്കെ വെച്ച് സെറ്റായി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ ആണിത്. ഹോട്ടൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരു സ്ട്രീറ്റിലോട്ടാണ്. ആ സ്ട്രീറ്റിലെ നൈറ്റ് കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നൈറ്റ് അമ്പല കാഴ്ചകൾ. വാവ്. ആ ചേച്ചീനെ നോക്കി എന്നേക്കാളും ഡബിൾ ഹൈറ്റാ. നിങ്ങളെപ്പോൾ ആയിരിക്കും ഈ സിറ്റ് ഫുൾ ടൈം പോകണം. അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ശാന്തവും സമാധാനമായിരിക്കും രാവിലെ ആകുമ്പോൾ മാത്രം. രാത്രി ഇവിടെ ഇങ്ങനെ ഇത്ര വലിയ പാർട്ടി നടന്നോ, ഇത്ര വലിയ സ്ട്രീറ്റ് ആയിരുന്നോ എന്ന് പോലും സംശയം ഉണ്ടാവും അല്ലേ? രാവിലെ എണീറ്റാൽ ഇവിടെ ഒരു ചെറിയ കടകൾ ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. കറക്റ്റ് ഉച്ച 3 മണി തൊട്ടാണ് ഇവിടെ എല്ലാ കടയും ഓപ്പണായി വരുന്നത്. 3 മണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ പിന്നെ റോഡൊക്കെ അവർ ക്ലോസ് ചെയ്യും കേട്ടോ. ശരിക്കും രാവിലെ ഞങ്ങൾ ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിൻ്റെ ഉമ്മർത്ത് വരെ ഈ ക്യാബ് കൊണ്ടുപോകും. പക്ഷെ ഉച്ചയുടെ വന്നെങ്കിൽ കറക്റ്റ് നിങ്ങളെ തൊട്ടപ്പുറത്തെ റോട്ടിൽ കൊണ്ട് ഇറക്കി വിടും. അവിടെ നിന്ന് ബാക്കി നിങ്ങൾ നടന്ന് വരണം. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെയാണ് വണ്ടി കയറുള്ളൂ. പിന്നെ അവിടെ വണ്ടി കയറത്തേ ഇല്ല. പിന്നെ മൊത്തം അവർ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇവിടെ ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. വലിയ റേറ്റ് ഒന്നുമില്ല. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ തായ് മസാല അടക്കമുണ്ട്. ഇഷ്ടംപോലെ കടയുണ്ട് ഈ നമ്മുടെ സെയിം സീറ്റിൻ്റെ അകത്ത് തന്നെ. പിന്നെ കുറേ ആൻറ്റിക് ബൈക്കുകൾ കാണാം. അതൊരു സൂപ്പർ ലുക്ക് സാധനങ്ങളൊക്കെ. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് പോകടെ. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ മെക്ഡിയുടെ അടുത്തായിരുന്നു അത്. പിന്നെ ഡിഫറെൻറ്റ് സ്ട്രീറ്റ് ഫുഡുകൾ ആസ് യൂഷ്വൽ. ഇതെല്ലായിടത്തും കാണുന്ന സാധനം തന്നെയാണ്. ഇവിടെയും കുറച്ച് കളർഫുള്ളി കാണാം. കാരണം ഇവിടുത്തെ സീറ്റ് കുറച്ചുകൂടി കളർഫുള്ളായിരുന്നു അവിടത്തേക്കാളും. പിന്നെ ഹാപ്പി അവർ ബീറിനൊക്കെ ഓഫർ. ഇദ്ദേഹം മൊത്തം ടാറ്റു അടിച്ച ചേട്ടൻ്റെ പിന്നാലെ ഓടി വന്നിട്ടാണ് നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഞങ്ങൾ കാണിച്ചു തന്നത് കേട്ടോ. ഞങ്ങൾ പിന്നാലെ ഓടിയപ്പോൾ വേറെ സാധനം മനസ്സിലാക്കി. ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള വേറൊരു വഴിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിടിലം വഴി എന്ന് പറഞ്ഞാൽ കിടിലം വഴി. മൊത്തത്തിലൊരു നൈറ്റ് വൈബിനകത്ത് അധികം ആൾക്കാരില്ലാത്തൊരു വഴി. സെയിം ആ ഒച്ചപ്പാടുമുള്ള സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു കുഞ്ഞു വഴിയാണത്. ഏതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കയറി പോന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് സംഭവത്തിൻ്റെ ആ ഹൈ സ്ട്രീറ്റിലേക്ക് കയറി ചെല്ലാം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ചേട്ടന്മാരെ കേട്ടാ. ഇത് ഞങ്ങൾക്ക് അവിടെ പുറത്ത് നിന്നപ്പോൾ ഹാപ്പി അവർ ബീറിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ലാഫിങ് ഗ്യാസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അവിടെ അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കുഞ്ഞു വഴി കൂടെ ഇറങ്ങി കണ്ടേ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഫുൾ പാർട്ടി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ ദിവസം മൊത്തത്തിൽ അങ്ങനെ നടന്ന് തീർത്തു. ഇനി നാളെ തൊട്ടാണ് മെയിൻ പരിപാടികൾ, ബാങ്കോക്ക് എക്സ്പ്ലോറിങ്. അപ്പോൾ ബൈ. See you on next vlog.